അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സസൈസിലേക്ക് പോകാം. പേജ് 9 ഇഖ്റ വക്തുബ്. വായിക്കുകയും ചെയ്യുക, എഴുതുകയും ചെയ്യുക. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക, വക്തുബ് എന്ന് പറഞ്ഞാൽ എഴുതുക. ഇത് രണ്ടും കൽപ്പന ക്രിയകളാണ്. ഇഖ്റ നീ വായിക്ക്, വക്തുബ് നീ എഴുത്. അപ്പോൾ എന്താണ് ഈ കൽപ്പനാ ക്രിയകളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പഠിക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ അതിനെപ്പറ്റി ബേജാറാകണ്ട. ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക, വക്തുബ് എന്ന് പറഞ്ഞാൽ നീ എഴുതുക. അപ്പോൾ ഇത് എന്താണ്, വായിക്കുകയും പ്രാക്ടീസ് ചെയ്യണം. എഴുതാൻ സാധിക്കുന്നവർ, സമയമുള്ളവർ എഴുതി പഠിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാ അത് കുറേ ഗുണം ചെയ്യും. കാരണം കഴിയുന്നതും നമ്മൾ എഴുതി പഠിക്കുകയും ചെയ്യുമ്പോഴേ നമ്മളെ സ്പെല്ലിംഗ് മിസ്റ്റേക്സൊക്കെ ക്ലിയർ ആകുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അക്ഷരങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായൊരു വ്യക്തത ഉണ്ടാവില്ല, നമുക്ക് തെറ്റ് പറ്റാം. അപ്പോൾ എഴുതിയിട്ടും ആവർത്തിച്ച് പഠിക്കണം, വായിച്ചിട്ടും ആവർത്തിച്ച് ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കണം. അപ്പോൾ ആദ്യത്തെ എന്താ, ഹാദ മക്തബുൻ, ഇതൊരു മേശയാകുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്, ആവർത്തിച്ച് പഠിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പുതിയ പുതിയ വാക്കുകൾ വരും. അങ്ങനെ നമ്മൾ വാക്കുകളോടും പുതിയ വാക്കുകളോടും നമ്മൾ പരിചയം ഉണ്ടാകും. പുതിയ പുതിയ സെൻറ്റൻസുകൾ വരും. അങ്ങനെ ആവർത്തനവും പുതിയതുമെല്ലാം ആയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹാദ മക്തബുൻ, ഇതൊരു മേശയാകുന്നു. ഹാദ മുബ്തദഉൻ മർഫൂൻ, മക്തബുൻ ഖബറുൻ മർഫൂൻ. ഹാദ മസ്ജിദുൻ, ഇതൊരു മസ്ജിദാകുന്നു. ഹാദ മുബ്തദഉൻ മർഫൂൻ, മസ്ജിദുൻ ഖബറുൻ മർഫൂൻ. അല്ല, മുബ്തദയും ഖബറും ഇപ്പം നമുക്ക് ക്ലിയറാണ്. ഹാദ എന്തുകൊണ്ടാണ് മുബ്തദ, ആരംഭിക്കുന്ന ഇസ്മ, തുടങ്ങുന്ന ഇസ്മ. അപ്പോൾ അത് ഇസ്മിലാണ് പെടുത്തിയത്. അപ്പോൾ ഇത് ജുംല ഇസ്മിയാണ്. ജുംല മുഫീദയിൽ ജുംല ഇസ്മിയാണ്. ജുംല ഇസ്മിയക്ക് മുബ്തദയും ഖബറും വേണം. ഏതാ മുബ്തദ, ഹാദ, ആരംഭിക്കുന്ന ഇസ്മ. അതിൻ്റെ അടയാളം എന്തായിരിക്കണം, മർഫൂ. എന്തുകൊണ്ട് ഹാദക്ക് ഹാദു എന്ന് എഴുതൂല, മബ്നി. ഇനി മസ്ജിദുൻ ഒറ്റ വാക്കുള്ള കലിമ, അപ്പോൾ ഖബർ, അതിൻ്റെ അടയാളം എന്തായിരിക്കണം, തൻവീൻ. തൻവീനുള്ള മർഫൂ ആയ തൻവീൻ, അപ്പോൾ അത് ഖബറുൻ മർഫൂൻ. ഹാദ കലമുൻ, ഇതൊരു പേനയാകുന്നു. ഹാദ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ. ഹാദ സരീറുൻ, ഇതൊരു കട്ടിലാകുന്നു. ഹാദ മുബ്തദഉൻ മർഫൂൻ, സരീറുൻ ഖബറുൻ മർഫൂൻ. മർഫൂ ആണോ? അതെ. സരീറുൻ എന്നേ എഴുതാൻ പാടുള്ളൂ. സരീറിന്നോ എഴുതാൻ പറ്റൂല. മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെ. മക്തബിന്നോ എഴുതാൻ പറ്റൂല. മസ്ജിദിന്നോ എഴുതാൻ പറ്റൂല. മസ്ജിദുന്നേ എഴുതാൻ പറ്റുള്ളൂ. കലമിന്നോ എഴുതാൻ പറ്റൂല. കലമുന്നേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം അടുത്തെന്താ, മാഹാദ, ഇതെന്താണ്. അപ്പം അറിയാത്ത ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുകയാണ്. മാഹാസ, അത് നമ്മൾ നേരെ മുമ്പിലുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ എന്താ, ഹാദ കുർസിയുൻ, ഇതൊരു കസേരയാകുന്നു. ഹാദ മുബ്തദഉൻ മർഫൂൻ, കുർസിയുൻ ഖബറുൻ മർഫൂൻ. അഹാദ ബൈത്തുൻ, അപ്പോൾ സംശയകരമായ ഒന്നിനെ കുറിച്ച് ചോദിക്കുകയാണ്, നമുക്ക് ഉറപ്പില്ല എന്താണ്. അപ്പോൾ എന്താ ചോദിക്കുക, അഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ എന്ന് ചോദിക്കാനാണ് എന്തിലാണ് പെടുത്തിയത്, ഹർഫ്. ഹർഫു ഇസ്തിഫാമാണ്. എന്താണ്, ഹർഫു ഇസ്തിഫാം. മാ എന്താണ്, ഇസ്മു ഇസ്തിഫാം. എന്താണ്, ഹർഫു ഇസ്തിഫാം. ഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ, അല്ല. ഹാദ മസ്ജിദുൻ, ഇതൊരു മസ്ജിദാകുന്നു. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, മസ്ജിദുൻ ഖബറുൻ മർഫൂൻ. മാ ഹാദ, അപ്പം നേരെ മുമ്പിലുള്ളൊരു വസ്തു, അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അപ്പം എന്താ ചോദിക്കുക, മാ ഹാദ, ഇതെന്താണ്. ഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാകുന്നു. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, മിഫ്താഹുൻ ഖബറുൻ മർഫൂൻ. ഇനി മൻ ഹാദ, ഇദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ ഇവൻ ആരാണ്. അപ്പോൾ അതിനെന്താ, ബുദ്ധി ഉള്ളതിനെന്താ ചോദിക്കുക. ബുദ്ധി ഇല്ലാത്തത് നമ്മൾ എക്സസൈസ് ചെയ്തു, അൽഹംദുലില്ലാ. ബുദ്ധി ഇല്ലാത്തതിന് എന്താ ചോദിക്കുക, ഇനി ബുദ്ധി ഉള്ള ആളുകളെ കുറിച്ച് അറിയണം, അറിയാത്തവരെ കുറിച്ച് ചോദിക്കണം. ആരെന്ന് ചോദിക്കണം. അതിനെന്താ, മൻ.
മന്നും ഇസ്മിലാണ് പെടുത്തിയത്. കലിമ ഇസ്മാണ്. കലിമയിൽ ഏതിനത്തിലാണ് പെടുത്തിയത്? ഇസ്മിലാണ്. ഫീലിലോ ഹർഫിലോ അല്ല. കലിമ 3 ഒന്നുകിൽ ഇസ്മായിരിക്കണം, അല്ലെങ്കിൽ ഫീലായിരിക്കണം, അല്ലെങ്കിൽ ഹർഫായിരിക്കണം. അപ്പോൾ മന്നിനെ ഏതിലാണ് പെടുത്തിയത്? ഇസ്മിൽ. അപ്പോൾ മൻ ഹാസ, ഇദ്ദേഹം ആരാണ്? നമുക്ക് എക്സസൈസിലേക്ക് പോകാം. മൻ ഹാദ, ഇദ്ദേഹം ആരാണ്? ഹാദ തബീബുൻ, ഇദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ തബീബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ? ഡോക്ടർ. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, തബീബുൻ എന്ന് എഴുതാൻ പറ്റുള്ളൂ. തബീബൻ എന്ന് എഴുതാൻ പറ്റില്ല, തബീബിൻ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ്. ഒറ്റ കലിമയിൽ വരുന്ന ഖബറിൻ്റെ അടയാളം എന്തായിരിക്കണം? തൻവീനുള്ള ലമ്മത്തായിരിക്കണം. അപ്പോൾ തബീബുൻ എന്തായിരിക്കും? ഖബറുൻ മർഫൂൻ. മൻ ഹാദ, ഇവൻ ആരാണ്? ഹാദ വലതുൻ, ഇവനൊരു കുട്ടിയാണ്. അപ്പം ബുദ്ധിയുള്ള അവരെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പം മൻ ഹാദ മുബ്തദഉൻ മർഫൂൻ, വലതുൻ ഖബറുൻ മർഫൂൻ. അല്ലേ, വലത് മർഫൂ ആണ്, തൻവീനുള്ള ലമ്മത്താണ്. മൻ ഹാദ, ഇദ്ദേഹം ആരാണ്? ഹാദ ത്വാലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാണ്. ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ത്വാലിബുൻ എന്ന് എഴുതാൻ പറ്റുള്ളൂ, ത്വാലിബെന്നോ ത്വാലിബിന്നോ എഴുതാൻ പറ്റില്ല. കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ്. അപ്പോൾ ഹാദ ത്വാലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാണ്. ഇനി ആ വെച്ചിട്ട് സംശയമാണ്. ഹാദ വലതുൻ, ഇദ്ദേഹം ഒരു കുട്ടിയാണോ? ഹാദ വലതുൻ, ഇത് പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് കേട്ടോ. ഓരോ എക്സാമ്പിളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സെൻറ്റൻസസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചോദ്യം എന്താ? ഇതൊരു കുട്ടിയാണോ? ഇദ്ദേഹം ഒരു കുട്ടിയാണോ? അപ്പോൾ എന്താ ഉത്തരം? ല, അല്ല. ഹാദ റജുലുൻ, ഇദ്ദേഹം ഒരു പുരുഷനാണ്. ഇദ്ദേഹം ഒരു പുരുഷനാണ്. അപ്പോൾ റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, റജുലുൻ ഖബറുൻ മർഫൂൻ. അപ്പം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പിന്നെ 1 മുബ്തദ ഖബർ, 2 ഹാദയുടെ പ്രയോഗം, പിന്നെ പിന്നെ മാ എന്നുള്ള ഇസ്മു ഇസ്തിഫാം, പിന്നെ ആ എന്നുള്ള ഇസ്മു ഇസ്തിഫാം, പിന്നെ നാം എന്നുള്ള ഹർഫു ജവാബ്, പിന്നെ ലാ എന്നുള്ള ഹർഫു ജവാബിൻ്റെ ഹർഫു നഫി, നിഷേധത്തിൻ്റെ ലാം. ബാറക്കല്ലാഹു ഫീക്കും.